ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ കേരളം അതിപ്രധാനമായ തെരഞ്ഞെടുപ്പുകളിലേക്ക് ശ്രദ്ധ തിരിച്ചിരിക്കുകയാണ്. വിവിധ മണ്ഡലങ്ങളിലേക്ക് കരുത്തരായ സ്ഥാനാർത്ഥികളെ നിർത്താനും അവരെ വിജയിപ്പിക്കാനുമുള്ള ചാണക്യതന്ത്രങ്ങളാൽ കോൺഗ്രസും UDFും കരുക്കൾ നീക്കുമ്പോൾ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി മണ്ഡലം യുദ്ധസന്നാഹങ്ങളുടെ പ്രഥമ കേന്ദ്രമായി മാറുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. അതിനൊരു കാരണമുണ്ട്. വർഷങ്ങളായി CPIയുടെ സുപ്രധാന തട്ടകമായിരുന്ന കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഇടത് അഗ്രഗണ്യന്മാരായ നിയമസഭാ സാമാജികരെ ഈസിയായി തിരഞ്ഞെടുത്ത ചരിത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ചരിത്രം വെട്ടിക്കിളച്ചു മാറ്റി ഒരു സൂര്യൻ ഉദിച്ചുയർന്നു. CR മഹേഷ്. അത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ വെറുമൊരു പേര് മാത്രമായിരുന്നില്ല. നാടിൻ്റെ സ്പന്ദനമറിയാവുന്ന കരുനാഗപ്പള്ളിയുടെ ഹൃദയതാളമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കൂടിയാണ് 2021 LDFിൻ്റെ ഭരണ പ്രൊപ്പഗാണ്ട ഉണ്ടായിട്ടും CR മഹേഷ് അവിടെ CPIയിലെ R രാമചന്ദ്രനെ 29,208 വോട്ടുകൾക്ക് നിലംപരിശാക്കി കേരള നിയമസഭയിലേക്ക് ചരിത്രം വെട്ടിത്തുറന്ന് കയറി വന്നത്. CR മഹേഷിൻ്റെ രാഷ്ട്രീയ ചരിത്ര വഴികൾ കേരള രാഷ്ട്രീയത്തിൽ എന്നും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. കോളേജ് പഠനകാലത്ത് KSUവിൻ്റെ മുൻനിര പ്രവർത്തകനായിരിക്കെ 2025 നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തൻ്റെ നാട് തന്നെയായ തഴവ ഗ്രാമപഞ്ചായത്തിൽ ഈ കോൺഗ്രസ്സുകാരൻ മത്സരിച്ച് വിജയിക്കുകയായി. തുടർന്ന് യൂത്ത് കോൺഗ്രസിൽ മുഴുവൻ സമയ പ്രവർത്തകനായ മഹേഷ് സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് അംഗമായി തിരഞ്ഞെടുക്കപ്പെടുകയും തുടർന്ന് 2016 നടന്ന തിരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിലും R രാമചന്ദ്രനോട് അദ്ദേഹം പരാജയപ്പെട്ടു. തൻ്റെ നിലപാടുകൾ ശക്തിയുക്തം പ്രസ്താവിക്കുന്നതിൽ യാതൊരു സങ്കോചവും കാണിക്കാത്ത തൻ്റെടിയായ ആ കോൺഗ്രസ് ചെറുപ്പക്കാരൻ പലപ്പോഴും വിവാദങ്ങളിൽ പെട്ടിരുന്നുവെങ്കിലും കോൺഗ്രസിനും UDFിനും എന്നും വിധേയനായിട്ടായിരുന്നു തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ 2018 AICC അംഗമായി ദേശീയ നേതൃത്വം മഹേഷിനെ ഉയർത്തുകയായി. 2021 തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ കോൺഗ്രസിന് കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ മറ്റൊരു പേര് മുന്നോട്ട് വയ്ക്കാൻ ഉണ്ടായിരുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. ആ നാട്ടുകാരൻ എന്നത് മാത്രമായിരുന്നില്ല, തികഞ്ഞ ഒരു കോൺഗ്രസ്സുകാരൻ എന്നതിലുപരി മഹേഷ് ഒരു ബഹുമുഖ രാഷ്ട്രീയ പ്രതിഭ എന്നതിലും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തൻ്റെ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും വ്യക്തിപരമായി മനസ്സിലാക്കുകയും നാടിൻ്റെ ആവശ്യകത കണ്ട് ഇടപെടുകയും ചെയ്യുന്ന വ്യക്തി എന്ന നിലയിലും ജനസ്വീകാര്യനായി ഉയർന്നതും കോൺഗ്രസിന് വലിയ മുതൽക്കൂട്ടായി മാറുകയായി. ഈ വരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ കൊല്ലത്ത് കരുനാഗപ്പള്ളിയുടെ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അവിടെ CR മഹേഷിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്തുകൊണ്ടും ഐക്യകണ്ഠേന ഉയർന്നു വരുന്നതിൻ്റെ കാരണം മഹേഷിൻ്റെ അവിടുത്തെ ജനസ്വാധീനം തന്നെയാണ്. കഠിനാധ്വാനം കൊണ്ടും ജനസേവനം കൊണ്ടും കഴിഞ്ഞ 4 വർഷമായി മണ്ഡലത്തിൻ്റെ സർവോന്മുഖമായ ഉന്നമനത്തിനായി അഹോരാത്രം ഓടി നടന്ന് മഹേഷ് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഈ ചെറുപ്പക്കാരനെ ആ നാടിൻ്റെ പ്രിയപ്പെട്ടവനാക്കി മാറ്റി എന്നുള്ളത് ആ നാട്ടിലെ പുൽക്കൊടിക്ക് വരെ അഭിമാനമായി മാറി. കഴിഞ്ഞ തവണ തങ്ങളുടെ സിറ്റിംഗ് തട്ടകമായ മണ്ഡലത്തിൽ അപ്രതീക്ഷിത പരാജയത്തിൽ തകർന്നടിഞ്ഞ LDF ഇത്തവണ എന്ത് വില കൊടുത്തും അത് തിരിച്ചു പിടിക്കാനുള്ള തന്ത്രങ്ങൾ ആണെങ്കിലും മഹേഷിൻ്റെ വ്യക്തിപ്രഭാവത്തിൽ LDFിൻ്റെ ഏത് കൊമ്പനെയും വീഴ്ത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസും UDFും. അത്രയ്ക്ക് ജനപിന്തുണ അവിടെ മഹേഷിന് ഇപ്പോൾ. LDF ഭരണത്തിൻ്റെ ജനവിരുദ്ധത കൂടിയാകുമ്പോൾ അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മഹേഷ് പിടിച്ചെടുത്ത ഭൂരിപക്ഷത്തിൻ്റെ ഒരു 3 ഇരട്ടി വർധനവ് വരെ അവിടെ ഉണ്ടാവുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉറപ്പുവരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CR മഹേഷ് കരുനാഗപ്പള്ളിയുടെ വികസന തുടർച്ചയ്ക്ക് വേണം എന്നത് ആ മണ്ഡലത്തിലെ ജനവും UDFും തീർച്ചയാക്കി കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.